വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഫിസിക്കൽ കോൺടാക്റ്റ് കഴിഞ്ഞിട്ട് 30 മിനിറ്റിനകത്ത് തന്നെ ഫെർട്ടിലൈസേഷൻ നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു ടിപ്പിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഇത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒബ്സ്റ്റക്കിൾസ് എല്ലാം മറികടന്നുകൊണ്ട്, അതായത് നമുക്ക് ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്, പുരുഷൻ ഇജാക്കുലേഷൻ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് എങ്കിലൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഫെർട്ടിലൈസേഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഈ ടിപ്പ് ഫോളോ ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. ആൻഡ് ഇതിനോടൊപ്പം ഒരുപാട് ആളുകൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി ടാബ് നോക്കാം കേട്ടോ. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടൊരു ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് പേരുടെ സക്സസ് സ്റ്റോറീസും ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അവർ ഫോളോ ചെയ്തിട്ടുള്ള ടിപ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന തരത്തിലുള്ള ടിപ്സ് നോക്കി സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഒരിക്കലും ഒരു ഡോക്ടറുടെ ട്രീറ്റ്മെന്റിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ളതല്ല നമ്മുടെ ചാനലിൽ പറയുന്ന ടിപ്സ് ഒക്കെയും തന്നെ. ഡോക്ടറുടെ ടിപ്സിനോടൊപ്പം അല്ലെങ്കിൽ തരുന്ന മെഡിസിൻസിനോടൊപ്പം നമ്മുടെ ചാനലിൽ പറയുന്ന ഹോം റെമഡീസും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും കൂടി നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ കൺസീവ് ആകാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സാധാരണയായിട്ട് പ്രഗ്നൻ്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ നോട്ട് ചെയ്ത് നിൽക്കുന്ന ദിവസമാണ് ഓവുലേഷൻ ഡേയ്സ് എന്ന് പറയുന്നത്. ഈ ഓവുലേഷൻ ഡേറ്റിൽ മാത്രമല്ല നമ്മുടെ ഫിസിക്കൽ കോൺടാക്റ്റ് ഒതുങ്ങേണ്ടത്. ഓൾമോസ്റ്റ് ഓവുലേഷൻ ഡേറ്റ് കൃത്യമായിട്ട് അറിയുന്ന ആളുകൾക്ക് ഒരു 5 ദിവസം അവരുടെ ഫെർട്ടൈൽ വിൻഡോയിൽ കൃത്യമായിട്ട് ഫിസിക്കൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഓവുലേഷൻ ഡേറ്റ് കൃത്യമായിട്ട് അറിയാൻ സാധിക്കാത്ത ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിൾ പോകുന്ന സ്ത്രീകൾ എപ്പോഴും പീരീഡ്സിന്റെ ബ്ലീഡിംഗ് നിൽക്കുന്ന ദിവസം മുതൽ അടുത്ത പീരീഡ് എക്സ്പെക്ട് ചെയ്യുന്നതിന് ഒരു 10 ദിവസം മുൻപ് വരെയാണ് ഫിസിക്കൽ കോൺടാക്റ്റ് ചെയ്യുന്നത്. നോർമലി ഫിസിക്കൽ കോൺടാക്ട് ചെയ്യുന്ന സമയത്തേക്കാളും അപേക്ഷിച്ച് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ രാവിലെ ഉറക്കം എഴുന്നേറ്റ് ഉടനെ തന്നെ ഫിസിക്കൽ കോൺടാക്ട് ചെയ്യുന്നത് പുരുഷന്റെ സ്പേം വളരെ ആക്റ്റീവ് ആയിട്ടിരിക്കുന്നതിനും പെട്ടെന്ന് തന്നെ ബീജസങ്കലനം നടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സിറ്റുവേഷനും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് കോൺടാക്ട് ചെയ്യാൻ സാധിക്കാത്തവർക്ക് മറ്റേതെങ്കിലും സമയത്ത് ഫിസിക്കൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പറ്റുന്ന തരത്തിലുള്ള പൊസിഷനും എടുക്കാവുന്നതാണ് കേട്ടോ. കൃത്യം ഓവുലേഷൻ ഡേറ്റ് നടക്കുന്ന ടൈമിൽ നിങ്ങൾ സ്ത്രീകൾ കിടന്നിട്ടും പുരുഷൻ മേളിൽ നിൽക്കുന്നതുമായിട്ടുള്ള പൊസിഷൻ ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഗ്രാവിറ്റി ഫോഴ്സ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾ ഫിസിക്കൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ഓവുലേഷൻ ഡേറ്റിലാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നതെങ്കിൽ എഗ് അവിടെ ശരീരത്തിൽ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഏകദേശം 30 മിനിറ്റിനകത്ത് തന്നെ നമുക്ക് ബീജസങ്കലനം നടക്കും. അതല്ലാത്ത സിറ്റുവേഷനിൽ നിങ്ങൾ നേരത്തെയാണ് ഫിസിക്കൽ കോൺടാക്ട് ചെയ്യുന്നതെങ്കിൽ എഗ് വരുന്നത് വരെ സ്പേം ശരീരത്തിൽ വെയിറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. കൂടുതൽ ആ എഗ് നന്നായിട്ട് സ്പേം നന്നായിട്ട് നറിഷായിട്ട് ബോഡിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. സാധാരണയായിട്ട് വീഡിയോസിലൂടെ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു ടിപ്പ്, ഫിസിക്കൽ കോൺടാക്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 15 മിനിറ്റിനകത്ത് തന്നെ 15 മിനിറ്റ് വരെ നമ്മൾ ബെഡിൽ നീണ്ടു നിവർന്നോ വലതുവശമോ ഇടതുവശമോ ചേർന്ന് കിടക്കാനും, രണ്ടാമതായിട്ട് ബെഡിൽ ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. മൂന്നാമതായിട്ട് എല്ലാവരും ചെയ്യുന്നത് ബ്രിഡ്ജ് പോസ് എക്സസൈസ് ആണ്. ബ്രിഡ്ജ് പോസ് എക്സസൈസ് അത് ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. നമ്മളൊരു സീസോയുടെ ഷേപ്പിലാണ് ബ്രിഡ്ജ് പോസിൽ നമ്മൾ കിടക്കുന്നത്. ബോഡിയുടെ ലോവർ പാർട്ടിൽ നിന്നും ഒരു സ്ലോപ്പിലേക്ക് പോകുന്ന പൊസിഷനിൽ നമ്മൾ ബ്രിഡ്ജ് പോസ് ചെയ്യുന്നത് ഫെർട്ടിലൈസേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് ഒരുപാട് വർദ്ധിപ്പിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത എല്ലാവരും ഏറ്റവും കൂടുതൽ 50 മിനിറ്റ്സിനകത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ് സുപ്ത ബദകോണാസന എന്ന് പറയുന്നത്. അതായത് റിക്ലൈൻഡ് ബട്ടർഫ്ലൈ പോസ്. ഇതിൽ നമ്മൾ ബട്ടർഫ്ലൈ എക്സസൈസ് അല്ല ചെയ്യുന്നത്, നേരെ മറിച്ച് നമ്മൾ ബെഡിൽ നീണ്ടു നിവർന്ന് കിടന്നതിന് ശേഷം നമ്മുടെ 2 കാൽപാദങ്ങളും ഒരു എ ഷേപ്പ് പോലെ നമ്മൾ കാലൊന്ന് മടക്കിയിട്ട് 2 കാൽപാദങ്ങളും യോജിപ്പിച്ചിട്ട് നമ്മൾ കിടക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെയും ഇമേജ് ഞാൻ കൊടുത്തേക്കാം കേട്ടോ. എന്നാൽ ഇവിടെ ഞാൻ പറയുന്നത് ഒരു 50 മിനിറ്റ്സിനകത്ത് തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു എക്സസൈസിനെ പറ്റിയിട്ടാണ്. ഇവിടെ നമ്മൾ കമ്പൈൻ ചെയ്യുന്നത് ലെഗ് അപ്പ് ദ വോൾ എക്സസൈസും ബട്ടർഫ്ലൈ എക്സസൈസും കൂടി കൂടിയിട്ടാണ്. വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത് കേട്ടോ. ബാക്കിയുള്ള ഏത് എക്സസൈസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഒരു പടി മുകളിലായിട്ട് നമുക്ക് ഫെർട്ടിലൈസേഷൻ നടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഈ ബട്ടർഫ്ലൈ പ്ലസ് ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ് കേട്ടോ. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിസിക്കൽ കോൺടാക്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ 2 പേരെ സെപ്പറേറ്റ് ആയതിനു ശേഷം സ്ത്രീ പതുക്കെ നീങ്ങി, എഴുന്നേറ്റ് നീങ്ങാനല്ല, പതുക്കെ ഒന്ന് സൈഡൊന്ന് നീങ്ങിയതിന് ശേഷം തൊട്ടടുത്തുള്ള ചുമരിൽ കാല് ഉയർത്തി വെക്കാം. ഒരു 90 ഡിഗ്രി ആ ഒരു രീതിക്ക് വേണം നമ്മൾ കാല് ഉയർത്തി വെക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നിങ്ങൾ ആ കിടക്കുന്ന സമയത്ത് നിങ്ങളുടെ 2 കൈകൾ ബെഡിലേക്ക് നിങ്ങൾ വെച്ചതിന് ശേഷം നന്നായിട്ട് ഡീപ്പായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുക. ബ്രീത്ത് ഇൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സൗണ്ട് നന്നായിട്ട് കേൾക്കണം. ഇപ്പം നിങ്ങളൊരു സൗണ്ട് കേട്ടില്ലേ? ഈ ഒരു രീതിക്ക് വേണം നിങ്ങൾ ഡീപ്പായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ബ്രീത്ത് ഔട്ട് പൊസിഷനിൽ നമ്മൾ വരുന്നത് നേരെ ആ കാലുകൾ 2 നമ്മൾ മടക്കി ബട്ടർഫ്ലൈ എക്സസൈസിൽ നമ്മൾ ഇരിക്കില്ലേ, ആ ഒരു പോസിൽ വേണം നിങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ഇമേജ് കൊടുത്തേക്കാം കേട്ടോ.
ഇതേ രീതി തന്നെ ഒരു 15 മിനിറ്റോളം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അതായത് ഫിസിക്കൽ കോണ്ടാക്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ 15 മിനിറ്റ്സ് വരെ നിങ്ങൾ ഈ ഒരു എക്സസൈസ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ഒരുപാട് ബോഡിയെ ടയേർഡ് ആക്കിയിട്ട് നിങ്ങൾ ഈ ഒരു എക്സസൈസ് ചെയ്യേണ്ട. നേരെ കാല് ഉയർത്തി വെക്കുക, അതിനുശേഷം ഡൗൺവേർഡ് ആക്കിയിട്ട് നമ്മുടെ 2 പാദങ്ങളും തമ്മിൽ ചേർന്നിട്ടുള്ള പൊസിഷനിൽ നിങ്ങൾ നിൽക്കുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇത് നന്നായിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബ്ലഡ് സർക്കുലേഷൻ പ്രത്യുൽപാദന അവയവങ്ങളിലോട്ട് ഇൻക്രീസ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. കൃത്യമായിട്ട് ആ ഒരു സ്പേമിന് നന്നായിട്ട് സ്വിം ചെയ്ത് അകത്തേക്ക് പോകുന്നതിനും യൂട്രസിന്റെ ക്യാവിറ്റിയുടെ അകത്ത് എത്തി പെട്ടെന്ന് തന്നെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നു. ബട്ടർഫ്ലൈ എക്സസൈസ് നമ്മൾ ലെഗ് അപ്പ് ദ ബോൾ പൊസിഷനിൽ നിന്ന് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പെൽവിക്കിന്റെ ഭാഗങ്ങൾ നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ആകുന്നതിന് വേണ്ടിയിട്ടും പെൽവിക്കിന്റെ ഭാഗത്തും സെർവിക്സിന്റെ ഭാഗവും ഒക്കെ നന്നായിട്ടൊന്ന് ഡൈല്യൂട്ട് ആയിട്ട് ആ ഒരു പാർട്ട് അല്ലെങ്കിൽ ആ ഒരു മൂവ്മെന്റ് കൃത്യമായിട്ടുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു പോസ് ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. നോർമലി നമ്മൾ ബട്ടർഫ്ലൈ എക്സസൈസ് ചെയ്യുന്നത് ഇരുന്നുകൊണ്ട് ചെയ്തിട്ട് നമ്മൾ 2 കാൽപാദങ്ങളും നമ്മൾ ലോക്ക് ചെയ്തതിന് ശേഷം ബട്ടർഫ്ലൈ ചിറകിട്ട് അനക്കുന്നത് പോലെ നമ്മുടെ കാലിന്റെ മുട്ടിന്റെ ഭാഗം നമ്മൾ അനക്കിയതിന് ശേഷമാണ് ബട്ടർഫ്ലൈ എക്സസൈസ് ചെയ്യുന്നത്. എന്നാൽ ഈ ലെഗ് അപ്പ് ദ ബോൾ പ്ലസ് ബട്ടർഫ്ലൈ എക്സസൈസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ കാൽപാദം ഇട്ട് അനക്കേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് കാലുകൾ ഉയർത്തി വെക്കുക, ദെൻ ആ ഒരു ബട്ടർഫ്ലൈ എക്സസൈസിന്റെ പോസിലോട്ട് മാത്രം, ആ സ്ട്രെച്ചിങ്ങിന്റെ പോസിലോട്ട് മാത്രം നിങ്ങൾ കാല് യോജിച്ച് വെച്ചാൽ മതിയാവും കേട്ടോ. ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നത് മാത്രമല്ല ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് കിട്ടുന്നത്, നേരെ മറിച്ച് നിങ്ങൾ ഒരുപാട് റിലാക്സ്ഡ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കുന്നു. മൈൻഡ് മാക്സിമം പോസിറ്റീവ് ആയിട്ടിരിക്കുന്നതിനും നിങ്ങൾ സ്ട്രെസ്ഡ് അല്ലാത്തതായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ ഇരിക്കുന്നതും ബീജസങ്കലനം നടക്കാനായിട്ടുള്ള ചാൻസസും ഒപ്പം ഇത് രണ്ടും തമ്മിൽ ചേർന്നിട്ട് സെൽ ഡിവിഷനൊക്കെ നന്നായിട്ടുണ്ടായി ക്വാളിറ്റി ഉള്ളൊരു എംബ്രിയോ ഫോർമേഷന് വേണ്ടിയിട്ടും ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ബ്ലഡ് പ്രഷർ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു. ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായിട്ട് നടന്നിട്ടില്ല, ബ്ലഡ് പ്രഷറിൽ നിങ്ങൾക്ക് വേരിയേഷൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ ഗ്രോത്ത് അവിടെ വെച്ച് നിന്ന് പോവുകയും ചില സിറ്റുവേഷനിൽ ട്യൂബിൽ ഇംപ്ലാന്റ് ആവാനായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു എക്സസൈസ് എല്ലാ സമയത്തും ചെയ്യുന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒപ്പം തന്നെ നിങ്ങളുടെ ഉറക്കം നന്നായിട്ട് റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ എക്സസൈസ് ചെയ്യുന്നത് സഹായിക്കുന്നു. ചില ആളുകളൊക്കെ ഉറങ്ങാൻ വേണ്ടി കിടന്നു കഴിഞ്ഞാലും ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് ആ കിടന്നിട്ടും 2 മണിക്കൂറോ 3 മണിക്കൂറോ ശേഷമായിരിക്കും ഉറങ്ങുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് ഉറക്കം കൃത്യമായിട്ട് ലഭിക്കാതെ വന്നു കഴിഞ്ഞാൽ അത് അവരുടെ റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിന്റെ പ്രവർത്തനത്തിനെ സാരമായിട്ട് തന്നെ അഫക്റ്റ് ചെയ്യും. അങ്ങനെയുള്ള ആളുകൾക്ക് സ്ലീപ്പ് സൈക്കിളൊക്കെ ഒന്ന് റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിനും അവരുടെ ഡൈജഷനൊക്കെ കൃത്യമായിട്ട് നടക്കുന്നതിന് അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ലെഗ് അപ്പ് ദ ബോൾ എക്സസൈസും ബട്ടർഫ്ലൈ എക്സസൈസും ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. മൈൻഡ് പോസിറ്റീവ് ആകുന്നതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള സ്ട്രെസ് ഒന്നും ബോഡിയിൽ ഇല്ലാതെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഫെർട്ടിലൈസേഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് എക്സസൈസ് സഹായിക്കുന്നു. ഇനി ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് ഇനി ഓവുലേഷൻ ഉണ്ടാവാനായിട്ട് മറ്റെന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ബോഡിയിൽ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഓവുലേഷൻ ഉണ്ടാകാതെ ഇഞ്ചക്ഷൻ എടുത്തിട്ടോ അല്ലെങ്കിൽ മെഡിസിൻസ് കഴിച്ചിട്ടോ ആണോ നിങ്ങൾക്ക് ഓവുലേഷൻ ഉണ്ടാകുന്നതെങ്കിൽ അല്ലെങ്കിൽ ലോ AMHന്റെ സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കും ഈ ഒരു ലെഗ് അപ്പ് ദ ബോൾ പ്ലസ് ബട്ടർഫ്ലൈ എക്സസൈസ് ഫോളോ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. പീരിയഡ്സിന്റെ ബ്ലീഡിങ് നിൽക്കുന്ന ദിവസം മുതൽക്കേ വേണം നിങ്ങൾ ഈ ഒരു എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയം വരെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു പീരിയഡ്സിന്റെ ബ്ലീഡിങ് നിൽക്കുന്ന ദിവസം മുതൽ ഓവുലേഷൻ ഡേറ്റ് വരെ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്കിത് ചെയ്യാം. എന്നാൽ നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കുന്ന ആ ഒരു 5 ഡേയ്സിനകത്ത് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മസ്റ്റായിട്ട് 15 മിനിറ്റ്സിന് ഉള്ളിൽ നിങ്ങൾ ഈ ഒരു എക്സസൈസ് ചെയ്യാനായിട്ട് നോക്കണം. ദെൻ എഗെയിൻ ഇംപ്ലാന്റേഷൻ നടക്കുന്ന എല്ലാ ദിവസവും നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസ് ചെയ്യാവുന്നതാണ്. എംബ്രിയോ ഇംപ്ലാന്റ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് നറീഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. 15 മിനിറ്റ്സ് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ആഫ്റ്റർ ഓവുലേഷൻ ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. കുറഞ്ഞത് ഒരു ദിവസം 15 മിനിറ്റ്സ് എങ്കിലും ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഈ ഒരു എക്സസൈസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അവർ ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് അവരുടെ പ്രത്യുൽപാദന അവയവങ്ങളിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനും ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരു സെമൻ പ്രൊഡ്യൂസ് ആകുന്നതിനും വേണ്ടിയിട്ടുള്ള സിറ്റുവേഷനും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഭാര്യയും ഭർത്താവും പരസ്പരം ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് രണ്ടുപേരും ഒരുമിച്ചിട്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആക്കിയിട്ട് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് നിങ്ങൾക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു മൈൻഡ് ഉണ്ടാക്കുന്നതിനും പെട്ടെന്ന് തന്നെ ഫെർട്ടിലൈസേഷൻ നടക്കാനും വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.